ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള പ്രധാന ചർച്ചാ വിഷയമാണ് ഈ ദിവ്യ എസ് അയ്യറുമായി ബന്ധപ്പെട്ട്. സത്യത്തിൽ അവരുടെ ഒരു ഓഫീസർ, IAS ഓഫീസർ എന്നുള്ള നിലയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ സാധിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും ദിവ്യ എസ് അയ്യരുടെ നിലപാട് വ്യക്തമാക്കാം. നിലപാട് വ്യക്തമാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിലപാടുണ്ടാകാം. വ്യക്തമാക്കുക എന്ന് പറയുന്നതല്ല വിഷയം, നിലപാടുണ്ടാകാം. അവർക്ക് അവരെ മുകളിലുള്ള ഓഫീസർമാരെക്കുറിച്ച്, താഴെയുള്ള ഓഫീസർമാരെക്കുറിച്ച്, സഹപ്രവർത്തകരെക്കുറിച്ച്, മന്ത്രിമാരെക്കുറിച്ചൊക്കെ വളരെ വ്യക്തിയും സുവ്യക്തമായ നിലപാടുകൾ അവർക്ക് എടുക്കാം. പക്ഷെ പ്രശ്നം ഈ നിലപാടുകൾ പബ്ലിക്കായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോൾ സൈനികരായിട്ട് ജോലി ചെയ്യുന്നവർ, ഈവൻ NCCയുടെ ബറ്റാലിയൻ ഓഫീസർക്ക് പോലും, ചീഫ് ഓഫീസർക്ക് പോലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. വാട്സപ്പ് തുടങ്ങുന്നതിൽ പരിമിതിയുണ്ട്. വാട്സപ്പിനൊക്കെ നിയന്ത്രിതമാണ്. അത് മോണിറ്ററിംഗ് ചെയ്യുന്ന വാട്സപ്പ് ഉണ്ട്, പലരുടെയും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ആ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരം രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റൊരാളിന് പ്രേരണ കിട്ടുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. എങ്ങനെ പറയാൻ പാടില്ല? പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. ദിവ്യ എസ് അയ്യർ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വളരെ ചെറുപ്പമാണ്, വളരെ ഡൈനാമിക്കാണ്, നന്നായി പഠിച്ച ആളാണ്, SLC റാങ്ക് വാങ്ങിയ ആളാണ്, നല്ല മിടുക്കിയാണ്. പക്ഷേ അവരിരുന്ന സ്ഥലത്തല്ല ഒരു എക്സിബിഷനിസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഒരു പ്രസൻസ് കാണിക്കുക എന്ന് പറയും. എൻ്റെ സാന്നിധ്യം ഉണ്ടേ, ഞാനിവിടെ ഉണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നമ്പറുകൾ അവരുടെ കയ്യിലുണ്ട്. അവരുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയുണ്ട്. സർവീസ് കോഡ് പ്രകാരമുള്ള കുറച്ചുകൂടെ ഒരു എത്തിക്സിലേക്ക് അവർ പോകേണ്ടതുണ്ട്. അവർക്കിങ്ങനെ എക്സിബിഷനിസവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ പോസ്റ്റ് അല്ല ഇത്.